ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫോട്ടോമേറ്റർ ടൂൾ ഉപയോഗിച്ച് മാസ്കിങ്ങും ലെയേഴ്സും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് മാസ്കിംഗ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നതെന്നും നോക്കാം. അതിനായിട്ട് ഞാൻ 3 ഫോട്ടോ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പോർട്രേറ്റ് ഫോട്ടോ, പിന്നെ ഒരു ബാക്ക് ലൈറ്റ് വരുന്നൊരു ഫോട്ടോ, പിന്നെ ഒരു ക്ലൗഡ്സ് വരുന്നൊരു ഫോട്ടോ. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഫോട്ടോമേറ്റർ ടൂളിന്റെ ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ്ങുകളും വൈറ്റ് ബാലൻസിനെ പറ്റിയും എങ്ങനെയാണ് ഫോട്ടോമേറ്റർ ടൂള് ബേസിക്കലി യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സീരീസ് സ്റ്റാർട്ടിങ് മുതൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മേലെ പ്ലേലിസ്റ്റ് ലിങ്ക് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഫോട്ടോ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇനി സെറ്റിംഗ്സിലേക്ക് വരാം. സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഇമേജ് ലെയർ മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് വേറൊരു മാസ്കുകളൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് ആ ഒരു ഇമേജിന്റെ ലെയറാണ്. ഇനി ഇതിൽ പുതിയ മാസ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നൊരു മാസ്ക് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ലെയർ പോലെ തന്നെയാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ മാസ്കുകളെ ക്ലബ് ചെയ്യണമെങ്കിലാണ് മെയിനായിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സെലക്ട് സബ്ജക്ട്, സെലക്ട് സ്കൈ, സെലക്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് 3 AI മാസ്കുകളാണുള്ളത്. ഓട്ടോ ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മാസ്കുകളാണിത്. പിന്നെ നമുക്ക് ബ്രഷ്, ലീനിയർ ഗ്രേഡിയൻ, റേഡിയൽ, കളർ റേഞ്ച് ഇതെന്ന് പറയുന്നത് മാനുവലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാസ്കുകളാണ്. ആദ്യം നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് മാസ്ക് ആഡ് ചെയ്ത് നോക്കാം. ഒരു അഡ്ജസ്റ്റ്മെന്റ് മാസ്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാസ്കിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഡ്, സബ്സ്ട്രാക്ട്, റീനെയിം, ഡ്യൂപ്ലിക്കേറ്റ്, ഡിലീറ്റ് 5 ഓപ്ഷനുകളാണുള്ളത്. ആഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെയിം മാസ്കിംഗ് ഓപ്ഷനുകളാണ് പിന്നെയും ഇവിടെ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ മാസ്കുകളെ ക്ലബ് ചെയ്യണമെങ്കിലാണ് മെയിൻലി അഡ്ജസ്റ്റ്മെന്റ് ലെയർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിനെ മാസ്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ സബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ, അതായത് മാസ്കിംഗ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ട്രാക്റ്റിൽ വന്നതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ലെയേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും ഓൾറെഡി ലെയേഴ്സിനകത്ത് ബ്രഷും സബ്ജക്റ്റും ലിങ്ക്ഡ് ആയിട്ട് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഒരു പോർഷനും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം. അതായത് നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ട്, സബ്ജക്റ്റിന്റെ കൂടെ ഈ ഒരു പ്ലാന്റും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ സ്കൈ കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ ഈ മാസ്കിന്റെ അകത്ത് വന്നതിന് ശേഷം ആഡിനകത്ത് സെലക്ട് സ്കൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കൈയും അതേപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റും കൂടി സെലക്റ്റഡ് ആണ്. നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തുന്നോ അത് എൻറ്റയർലി സ്കൈക്കും അതേപോലെ സബ്ജക്റ്റിനും ആപ്ലിക്കബിൾ ആയിരിക്കും. ഞാൻ ഈ മാസ്ക് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത മാസ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സെലക്ട് സബ്ജക്റ്റ് എന്നുള്ള മാസ്കാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിനെ ഓട്ടോമാറ്റിക് ആയിട്ട് AI ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഇത് എത്രത്തോളം നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് തരുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് ആ ഒരു ഹെയേഴ്സ് വരെ, ഹാൻഡിലൊക്കെ ഉള്ള ഒരു ഹെയേഴ്സ് വരെ ഭയങ്കര പ്രിസൈസ് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇമേജ് അത്രയും ഷാർപ്പ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഷാർപ്പായിട്ട് സെലക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ചെറിയൊരു ഡിഫറൻസ് ഒന്നും നമ്മുടെ പിക്ചറിന് നമ്മൾ വലിയൊരു രീതിയിൽ നമ്മുടെ സബ്ജക്റ്റിനെ എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും അത്ര നോട്ടീസബിൾ ആയിട്ട് നമ്മുടെ ഫോട്ടോയിൽ കാണാൻ സാധിക്കില്ല. നമുക്ക് സൂം ഔട്ട് ചെയ്യാം. നമുക്ക് അടുത്ത മാസ്ക് നോക്കാം. അടുത്ത മാസ്ക് എന്ന് പറഞ്ഞാൽ സെലക്ട് സ്കൈ ആണ്. നമ്മുടെ സ്കൈ ഓൾറെഡി വാഷ് ഔട്ട് ആണ്. ഇതുപോലെ ഇവിടെ ഈ ട്രീസിനകത്ത് ചില പോർഷനുകളൊക്കെ ഡിറ്റക്ട് ആയിട്ടുണ്ട്, ബട്ട് ചില പോർഷനുകളൊക്കെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഗ്ലിച്ചുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു പോർഷനൊക്കെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇത് സ്കൈ ആയിട്ട് കൺസിഡർ ചെയ്ത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യം വരിക. നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം തന്നെ അഡ്ജസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് സ്കൈ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഇത് റിമൂവ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നമ്മൾ സ്കൈക്ക് എന്ത് എഫക്റ്റ് കൊടുക്കുന്നോ അതേ എഫക്റ്റുകൾ ഇവിടെയും അപ്ലൈ ആവും. നെക്സ്റ്റ് വരികയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, സെലക്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സബ്ജക്റ്റിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ഏറ്റവും ഷാർപ്പസ്റ്റ് ആയിട്ടുള്ളത് എന്താണോ അതിനെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുകയും ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ ആണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരികയാണെങ്കിൽ ബ്രഷിംഗ് മാസ്ക് ആണ്. ബ്രഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ബ്രഷ് എടുത്തതിന് ശേഷം അതിൻ്റെ സൈസ് കൂട്ടോ കുറയ്ക്കോ, സോഫ്റ്റ്നെസ് ഇൻക്രീസ് ചെയ്യാം, ഒപ്പാക്സിറ്റി ചേഞ്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട പോർഷൻ മാത്രമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഗ്രേഡിയൻസ് ആണ്. ലീനിയർ ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേഡിയൻറ്റ് ടൂൾ പോലെ തന്നെ
ഒരു ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള മാസ്ക്, അതായത് ഈ ഒരു മാക്സിമം റെഡ് ആയിട്ട് വരുന്ന പോർഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റ് വരികയും ഗ്രാജുവലി റെഡ്യൂസ് ചെയ്ത് ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ആയി വരികയാണ് ചെയ്യുക. അതിൽ ഈ ഒരു ഗ്രേഡിയൻ മാസ്കിൽ ഇവിടെ ഒരു സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് നമ്മൾ കുറയ്ക്കുമ്പോഴും കൂട്ടുമ്പോഴും നമുക്ക് ആ ഒരു മാസ്കിൻ്റെ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഫീല് കുറയുകയും കൂടുകയും ചെയ്യുന്ന ഇവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മളിത് കുറയ്ക്കും തോറും, അതായത് ഷാർപ്പായിട്ട്, അതായത് എഫക്റ്റ് ഷാർപ്പായിട്ട് ഇവിടെ എൻഡ് ചെയ്യുകയും കൂട്ടും തോറും ആ ഒരു ഗ്രേഡിയൻ്റ് സ്ലോ ആയിട്ട് ട്രാൻസിഷൻ ചെയ്ത് കുറയുകയാണ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മിഡ് പോയിന്റ് ആണ്. നമുക്കിങ്ങനെ ടിൽറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു പോയിന്റ് ഫിക്സ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. സോ നെക്സ്റ്റ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. അതായത് ലീനിയർ ഗ്രേഡിയൻ്റിൻ്റെ അതേ എഫക്റ്റുകളാണ് റേഡിയലിലും വരുന്നത്. ഒരു റൗണ്ട് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് എഡ്ജസിലേക്ക് വരുന്തോറും ആ ഒരു ട്രാൻസിഷൻ റെഡ്യൂസ് ആയി വരുന്ന കാണാൻ സാധിക്കും. ഇതിൽ ഈ ഒരു ഫെദർ നമ്മൾ കൂട്ടും തോറും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു മാസ്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പായിട്ടാണ് വരുന്നത്. നമ്മൾ ഫെദറിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എഡ്ജസ് കുറച്ചും കൂടെ സ്മൂത്ത് ആവുകയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന എഫക്റ്റ് ഗ്രാജുവലി കുറച്ചും കൂടെ സ്പ്രെഡ് ഔട്ട് ആയിട്ട് അപ്ലൈ ആവുകയും ചെയ്യും. ഇനി നമുക്ക് വരുന്നത് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കളർ റേഞ്ച് ആണ്. അതായത് നമുക്കൊരു പോർഷൻ സെലക്ട് ചെയ്ത്, അതായത് നമുക്കൊരു ഗ്രീൻ ഷ്രബ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മാസ്ക് എന്ന് പറയുന്നത് ആ ഒരു ഗ്രീൻ മാത്രം കളറ് പിക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ട്രീസിലെല്ലാം കുറച്ച് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്, അതുകൊണ്ട് അതും സെലക്റ്റഡ് ആണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലും കുറച്ച് ഗ്രീനിഷ് ഷെയ്ഡ് വരുന്നുണ്ട്, അതും സെലക്റ്റഡ് ആണ്. ഇനി നമുക്ക് ഈ ഒരു റിഫൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് കൂട്ടും തോറും നമുക്ക് മനസ്സിലാവുന്നത് എവിടെയെല്ലാം ഫോട്ടോയിൽ ഗ്രീൻ ആയിട്ടുള്ള ടിൻറ്റ് വരുന്നുണ്ടോ അവിടെയെല്ലാം ആ മാസ്ക് അപ്ലൈ ആവുന്നു. അതായത് ഈ ഒരു ഏരിയയിലൊക്കെ സ്ലൈഷ് ഗ്രീനിഷ് ടിൻറ്റ് ഉള്ളത് കൊണ്ടാണ് അവിടെയെല്ലാം സെലക്ട് ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഷ്രബ് മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു റിഫൈൻമെൻറ്റ് കുറച്ച് കൊണ്ടുവന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഷ്രബ് മാത്രം സെലക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ സാച്ചുറേഷനൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ആ ഒരു ചെടിയുടെ ഗ്രീൻ കളർ മാത്രം കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ നമുക്കൊരു അടുത്ത ഫോട്ടോയിലേക്ക് വരാം. ഇവിടെ നമ്മളൊരു സ്കൈ ഉള്ളൊരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ സെലക്ട് സ്കൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ ആ സ്കൈ വരുന്ന പോർഷൻ മാത്രം സെലക്ട് ആയിട്ടുണ്ട്. സോ ഇനി ഈ സ്കൈക്ക് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കൈ ഓൾറെഡി വാഷ്ഡ് ഔട്ടാണ്. നമ്മൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ് കുറയ്ക്കും തോറും നമുക്ക് ആ സ്കൈൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെ ക്ലിയർ ആയി വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റി ഒന്ന് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാം. നമ്മുടെ സ്കൈ അപ്പോൾ ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ കുറച്ചൊന്ന് ബ്ലൂയിഷ് ടോണിലേക്ക് കൊണ്ടുവരാം. വാഷ് ഔട്ട് ആയിട്ടുള്ള സ്കൈ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ആ ജസ്റ്റ് ഒരു സ്കൈ മാസ്ക് ആഡ് ചെയ്തപ്പോഴേക്കും ഭയങ്കര ഒരു ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറേ ബിൽഡിങ്ങുകൾ വരുന്നത്. നമുക്ക് ബിൽഡിങ്ങുകൾ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലീനിയർ ഗ്രേഡിയൻ്റ് ആഡ് ചെയ്യാം. അതായത് ഇങ്ങനെ ഒരു ലീനിയർ ഗ്രേഡിയൻ്റ് ആഡ് ചെയ്ത് അതിനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് ആ ഒരു ബിൽഡിങ് മാത്രം സെലക്റ്റഡ് ആയിട്ട് കിട്ടും. അതുപോലെ നമുക്ക് ഈ ഒരു ഫെദറിനെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് സ്കൈയിലേക്ക് മാക്സിമം എഫക്റ്റ് വരാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ എക്സ്പോഷർ ഒന്ന് കൂട്ടി അതേപോലെ നമുക്ക് അതിൻ്റെ ഷാഡോസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിംഗ് എല്ലാം ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഈ ബിൽഡിങ്ങിൻ്റെ ക്ലാരിറ്റി നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. അതേപോലെ ഈ ബിൽഡിങ്ങിൽ കുറേ എലമെൻസുകൾ കാണാം. അതായത് യെല്ലോ ആയിട്ടുള്ള ടാങ്കുകൾ, ബ്ലൂ ആയിട്ടുള്ള ഷീറ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. അതിൻ്റെയൊക്കെ ഒന്ന് വൈബ്രൻസ് കൂട്ടാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സാച്ചുറേഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. സോ ഇതായിരുന്നു നമ്മുടെ പ്രീവിയസ് ഫോട്ടോ. ഇതാണ് നമ്മുടെ ആഫ്റ്റർ എഡിറ്റിംഗ് ഫോട്ടോ. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭയങ്കര ഒരു ചേഞ്ചാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, അല്ലേ? സോ അടുത്തൊരു ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് നമുക്കൊരു ലൈറ്റ് സോഴ്സ് വരുന്നുണ്ട്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എത്രത്തോളം നമ്മുടെ AI ടൂള് ആ സബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. നമുക്ക് സെലക്ട് സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സോ നമ്മുടെ ഫോട്ടോ ഇപ്പോൾ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. ബട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയ പോർഷനുകൾ, അതായത് ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ ചില പോർഷനുകളൊന്നും AI ടൂളിന് സബ്ജക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ എല്ലാ മാസ്കിംഗ് ടൂളുകളും എക്സ്പ്ലോർ ചെയ്തു. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കളർ ഗ്രേഡിംഗ് ആണ് പഠിക്കുന്നത്. കളർ ഗ്രേഡിംഗ് പഠിക്കുന്ന നമ്മൾ അതിൽ മാസ്കിങ്ങും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് ചില പോർഷനുകൾ മാത്രം സ്പെസിഫൈ ചെയ്ത് കളർ ഗ്രേഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മാസ്കിങ്ങും കളർ ഗ്രേഡിങ്ങും കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
സോ ആ വീഡിയോ മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.